ഒന്നും അറിയത്തില്ല. മനോഹർ മാസ്റ്റർ ഒരു വേദിയിൽ നിന്ന് അല്പം വാക്ക് സംസാരിച്ചു. നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട് ഇതുപോലെ ആദരിക്കാൻ, സ്നേഹിക്കാൻ, വിശ്വസിക്കാൻ കഴിയുന്ന നേര് പരമ്പരകളിൽ എന്തുകൊണ്ടും സമുജ്വലമായ ഒരു പ്രതീകമാണ് കോൺഗ്രസ് എസിന്റെ അംഗത്വ പരിപാടി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഞാൻ ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ മനോഹർ മാസ്റ്റർ വീട്ടിൽ ചെന്നാണ് അദ്ദേഹത്തെ കോൺഗ്രസ് എസിലെ അംഗത്വം സ്വീകരിപ്പിച്ചുകൊണ്ട് ആ പരിപാടി സംസ്ഥാന വ്യാപകമായി നാം ഉദ്ഘാടനം ചെയ്തു. ഏതെല്ലാം ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ ആ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കാനും ആദരിക്കാനുമുള്ള ഒരു സന്ദർഭവും നമുക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ ബന്ധം, അദ്ദേഹത്തിൻ്റെ വിശുദ്ധി എല്ലാം ഉണ്ടാകും. ഇവിടെ നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള എസ് എൻ ശർമ്മ, കോൺഗ്രസ് എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അതുപോലെ ജാവേദ് പാഷ അഖിലേന്ത്യാ അതുകൊണ്ടാണ് രണ്ടുപേരും തിരക്കിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു അവരിവിടെ ഇന്നലെയും ഇന്നുമായി രണ്ട് നേതാക്കന്മാരിവിടെ എറണാകുളത്ത് കാലവർഷത്തിന്റെ ശക്തി രൂക്ഷമുണ്ടായിരിക്കും. നമ്മൾ വിവിധ പരിപാടികളെ കുറിച്ച് ആലോചിച്ചതാണ്. പക്ഷേ അതെല്ലാം പരിഗണിപ്പെടുത്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഏത് യോഗം ഞങ്ങൾ ചൊല്ലുകയും ഇങ്ങനെയാണ് എറണാകുളം ടൗൺ ഹാൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ സൂക്ഷിച്ചു നിൽക്കുന്ന അതിലൂടെ എത്തിച്ചേർന്ന് ഇവിടെ പരിപാടി നടത്താം. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുകയാണ്. കോൺഗ്രസ് എസിന്റെ വേദി സമാഗതരായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുണ്ട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുണ്ട്, പോഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമാർ, എല്ലാവരും ഇതിൽ പരിചിതരാണ്, ആത്മബന്ധമുള്ളവരാണ്. അവരെല്ലാം ഓരോരുത്തരെയും കേരളത്ത് പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നതിനുള്ള സമയം പരിമിതമായി. അവരെല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ജേതാക്കളായി നിൽക്കുന്ന ഭാരവാഹികളാണ്. സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, പോഷക സംഘടനകൾ, അതിൽ കീഴിലുള്ള മണ്ഡലം പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റുമാർ വരെയുള്ള ഓരോ ഘടകങ്ങളുടെ സ്രോതസ്സുകളുണ്ട്. അവരെല്ലാം തന്നെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ജ്യോതിഷമാണ്. ആരെയും അവഗണിക്കാൻ മാറ്റാൻ കഴിയില്ല, ആരും തിരിച്ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഈ സാമൂഹിക ഏറ്റവും കാലിക പ്രാധാന്യമുള്ള സന്ദർഭത്തിലാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഗാന്ധിയൻ പണ്ട് രാജ്യത്തെ രക്ഷിക്കും എന്നാണ് നമ്മുടെ രാഷ്ട്രീയ മുഖ സന്ദേശം. അത് പറയുന്ന ഇന്ത്യയിലെ ഏക സംഘടന കോൺഗ്രസ് ആണ്. ആ പേര് പറഞ്ഞാൽ തന്നെ എന്താണ് ആ പേര് എന്ന് ചോദിക്കുന്ന പഴയകാല സ്നേഹിതന്മാർ ഉൾപ്പെടെയുള്ള നാടാണ്. അതുകൊണ്ട് ഈ വർത്തമാനകാലത്ത് നമ്മൾ പ്രസക്തി അതുകൊണ്ട് നോക്കി. ഇനി അടുത്ത ദിവസം വീണ്ടും കാണും. രാജ്യത്തിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വാസ്തവം നമുക്ക് പ്രയാസമുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു സിനിമ അത് കണ്ടതുകൊണ്ടാണ് ലോകം ഗാന്ധിയെ കുറിച്ച് അറിയാൻ കഴിയാത്തത്. സാധാരണ ഒരു അവസ്ഥയാണ്, മാനസികാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രി അത് പറഞ്ഞാൽ എനിക്കത് എളുപ്പമില്ല. കാരണം അദ്ദേഹത്തിന് ഗാന്ധിയെ കുറിച്ച് അത്രയും അറിയാൻ കഴിയും. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ഭരണകക്ഷി എംപി 1.5 മണിക്കൂർ സമയം സംസാരിച്ചു. സംസാരത്തിന്റെ മുഖ്യമായ വിഷയം ലോകാരാധ്യനായ ഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്, ഗാന്ധിയുടെ ഘാതകനെ ചരിത്രപുരുഷനായി മാത്രമല്ല
അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതിമയും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കണം എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് അത് പറയാൻ ആ മനുഷ്യന് ആത്മസ്ഥൈര്യം ആരാണ്? ആ പ്രസംഗം കേട്ട് കൊണ്ടിരിക്കുകയായിരുന്നു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടാണ് ഗാന്ധിയുടെ സഞ്ചി എന്ന് പറഞ്ഞ അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ പഴയകാല സുഹൃത്തുക്കളുണ്ടായിരുന്നു ലോക്സഭയിൽ. അവരിങ്ങനെ തൃശ്ശൂർ പൂരം കാണുന്ന ഒരു സന്ദർഭത്തിലുള്ള പ്രസംഗിക്കുക. അവിടെ ഇടതുപക്ഷ കക്ഷികൾ പ്രതിഷേധിച്ചു. ഇടതുപക്ഷ കക്ഷികൾക്ക് അംഗസംഖ്യ എത്ര പരിമിതമാണ് എന്ന് എനിക്കറിയാൻ അറിയും. സഭാതലം പരിശുദ്ധമാക്കാനുള്ള സാങ്കേതിക ഭൗതിക ശക്തിയൊന്നുമില്ല. പക്ഷേ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പോലും ഗാന്ധിയെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും പറയുന്ന ആ വംശപരമ്പരയിൽപ്പെട്ട ആളാണ് രാജ്യത്ത് നയിക്കുന്നതെന്ന് പറയുന്നത് നടത്തുന്ന നമ്മുടെ പഴയകാല സുഹൃത്തുക്കൾക്ക് ആത്മാഭിമാനത്തിന്റെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ, കോൺഗ്രസ് സംസ്കാരത്തിന്റെ വിചാരഭേദമായ ഒരു തരി പോലും അവരുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആ സഭാതലം പരിശുദ്ധമാക്കുവാൻ ഒന്നും ചെയ്തില്ല. അവർ ചെയ്ത് ഒന്നരാഴ്ച കഴിഞ്ഞപ്പോ അവർ കൂടി ഉൾക്കൊള്ളുന്ന കേസിൽ ഭരണകക്ഷി ഭാഗത്തിൽ നിന്നും ഉന്നയിച്ച ആക്ഷേപങ്ങളെ മറുപടി പറയാൻ കഴിയാത്തതിനെ പ്രക്ഷുബ്ധമാക്കാൻ നമുക്ക് പ്രയാസമില്ല. പക്ഷേ ഗാന്ധിയെ കുറിച്ച് പറയാൻ അവിടെ കൂടെ അവസാനിക്കുന്ന അടുത്ത കാലത്താണ് ലോകത്തെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു ലോക സമാധാനത്തിൽ ലഭിച്ച 3 ലോക നേതാക്കന്മാരെ കാണാൻ ആ മഹാത്മാവ് കൊണ്ടുവന്നതാണ് പഞ്ചവത്സര പദ്ധതി പ്ലാൻ കമ്മീഷൻ പദ്ധതി കൊടുക്കുന്നത്. ആ പഞ്ചവത്സര പദ്ധതി പ്ലാൻ കമ്മീഷൻ വിധിച്ചെടുത്തു. ആരോട് ചോദിച്ചിട്ടാണ്? പാർലമെന്റിൽ ചോദിച്ചു, ചർച്ച നടത്തുക. പക്ഷെ ആരാണ് നിശ്ചയിക്കുന്നത്? ആ പാരമ്പര്യപ്പെട്ടിട്ടാണ് രാജ്യം നയിക്കാൻ വരുന്ന പറയുന്ന ആളുകൾക്ക് ഒരു അക്ഷരം സംസാരിക്കാൻ കഴിയില്ല. പേര് പറയാത്തത് അന്തരീക്ഷം മലിനമാകേണ്ടതുകൊണ്ട്